അസ്സലാമു അലൈക്കും. ഒരു യാത്രാ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അൽത്താഫ്. ഇന്നേ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് ഞാൻ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ വക്രയിൽ വന്നേക്കാണ്. അവിടെ ഒരു ഓൾഡ് സൂക്കും ഉണ്ട്, അതുപോലെ തന്നെ ബീച്ചുണ്ട്. നമുക്കൊന്ന് അവിടെ സഞ്ചരിച്ചാല ഒരു യാത്രാ വ്ളോഗിലൂടെ. അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ നമുക്കൊന്ന് ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് സൂക്കിലും അതുപോലെ തന്നെ അവിടെ ബീച്ചിലും ഒന്ന് സഞ്ചരിക്കാം. അപ്പൊ എൻ്റെ കൂടെ പോകുന്നോളി, നല്ല അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് അവിടെ കാണാം. വക്ര, ഓൾഡ് സൂക്ക് ആൻഡ് ബീച്ച്. സൂക്കിലേക്ക് പോണേക്ക് മുമ്പ് ഞാനിവിടെ മുമ്പ് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു, വക്ര ഫാമിലി ബീച്ചിന്റെ അടുത്ത്. അപ്പൊ ഇവിടെ ഒരു ബീച്ചൊക്കെ ഉണ്ട് ഞാൻ താമസിച്ചതിന്റെ അടുത്ത്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അവിടേക്കൊന്ന് കയറാമല്ലോ. അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാല് നമുക്ക് ബീച്ച് റോഡിലേക്ക് കയറുക. അങ്ങനെ ബീച്ച് റോഡിൽ കയറിയിട്ടാ. മുമ്പൊന്നും ഇതുപോലെ ടാറിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ലായിരുന്നു ഈ റോഡൊക്കെ. ലെഫ്റ്റ് സൈഡിൽ എന്തോ പബ്ലിക് ബീച്ചൊക്കെ കാണുന്നുണ്ട്. ഈ അടുത്ത് വന്നാണ് കേൾക്കുക. നമ്മളിത് ബീച്ചിലെത്തിയേക്കാണ്. അപ്പൊ ബീച്ചിൽ ഇവിടെ ഇഷ്ടം പോലെ ക്യാരവൻ, അതുപോലെ തന്നെ കുറെ ആൾക്കാരൊക്കെ ഇവിടെ കുളിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ കുളിക്കാനൊന്നും സമയമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. മുമ്പ് താമസിച്ചിരുന്ന ഒരു വില്ലയുണ്ട് അവിടെ നിന്ന് പിന്നെ നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. നല്ല രസമുണ്ടോ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ഇവിടെ നടക്കാനും അതുപോലെ തന്നെ ഇരിക്കാനൊക്കെ ആയിട്ട്. ഇവിടെ വൈകുന്നേരങ്ങൾ ബാർബിക്കൊക്കെ ചൂടാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ക്യാരവനൊക്കെ വെച്ചേക്കണം. നോക്കി, നോർമലി ഇത്രയും വെള്ളം ഉണ്ടാവാറില്ല, ഇത്രയും തിരമാലയൊന്നും ഉണ്ടാവാറില്ല ഇവിടെ. നമുക്ക് പകുതിയോളം നടന്നൊക്കെ പോയിരുന്നു. ഇപ്പൊ ആൾക്കാരെ കുളിക്കാനൊക്കെ ഉള്ള വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ ഈ കാണുന്ന സാധനം ഉണ്ടല്ലോ, കടൽനാക്ക് എന്ന് പറയണേ. നിങ്ങളവിടെ എന്തിട്ടാ പറയണെന്ന് അറിയില്ല, ഇപ്പഴാ കാണുന്നത് ഞാൻ ഇവിടെ വന്നിട്ട്. മൊത്തത്തിൽ ഇവിടെ ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്. കാരണം ഇന്ന് ഇത്തവണ നല്ല വെള്ളം കൂടുതലുള്ളതുകൊണ്ടേ നാട്ടിലത്തേക്ക് ഒരു ഫീലിംഗ് പോലെ. ഇവിടെ ആൾക്കാരൊക്കെ ബാർബിക്യൂ ചൂടാനൊക്കെ ഉള്ള സെറ്റപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ. അത് കണ്ടില്ലേ? ഈ കാണുന്ന ബസ് ഉണ്ടല്ലോ, ക്യാരവനാണ്. ഇതിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഈ തണുപ്പ് സമയങ്ങളിൽ. അതുപോലെ തന്നെ ബീച്ച് ഏരിയയിലൊക്കെ വന്നിട്ട് ഒന്നിൽ ടെന്റ്, അതുപോലെ ഇതുപോലെ ക്യാരവനിലൊക്കെ ആൾക്കാർ താമസിക്കും. നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ഫാമിലി ബീച്ച്. നമുക്ക് അവിടെ അലൗഡ് അല്ല ഇപ്പൊ, ഫാമിലി ആയിട്ടൊക്കെ വരണം, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ബീച്ചിലൊക്കെ ഇത്ര ഉള്ളു കാണാനായിട്ട്. ഇന്നാണെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ട്, നല്ല തിരമാലയൊക്കെ ഉണ്ടെന്ന്. ആൾക്കാരൊക്കെ കുളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോ കുളിക്കാനുള്ള സാഹചര്യം ഇല്ല, അതുകൊണ്ടാണ് ഞാനിപ്പോ കുളിക്കാത്തത്. ഈ ഷൂ ഒക്കെ വെച്ച് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കുളിച്ചാനായിരുന്നു. കണ്ടാ രസമുള്ള വ്യൂ ആണെന്നറിയോ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനായിട്ട്. പിന്നെ നമുക്ക് പോണ വഴിക്ക് സൂക്കിലേക്ക് പോണ വഴിക്ക് അവിടെ ഒരു ജബലുണ്ട്, അതായത് മല. അപ്പൊ നമുക്ക് എന്തായാലും ആ മലയൊന്ന് കയറാം. ഞാൻ മുമ്പൊക്കെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പം ഈ മലയിൽ കൂടി, അതായത് ഇവിടെ നടക്കുമായിരുന്നു. അന്നൊന്നും ഈ ടാർട്ട വഴികളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് നടന്ന് ക്ഷീണിച്ചിട്ട് ഞാൻ ആ മല ജസ്റ്റ് ഒരു മലയാണ്, ആ മലയിൽ പോയി ശ്രമിക്കും. നല്ല രസമാണ് അവിടെ നിന്ന് വ്യൂ കാണാനായിട്ട്. നമുക്ക് എന്തായാലും ഇന്ന് കയറാൻ പറ്റണമെങ്കിൽ കയറാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ പോണ വഴിക്ക് എന്തായാലും നോക്കാം, പോണ വഴിക്കാണ് അത് കാണാം നമുക്കത് അവിടെ. അപ്പൊ നമുക്ക് എന്തായാലും വണ്ടിയും കൊണ്ട് കയറാൻ പറ്റുമോ അല്ലെങ്കിൽ നടന്നെങ്കിലും കയറാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ ഇത്രയൊക്കെ ഉള്ളു കാണാനായിട്ട്. ഇനി നമുക്ക് സൂക്കിലേക്ക് പോകാം. സൂക്കിലേക്ക് പോണ വഴിക്കാണ് ഈ മല. അപ്പൊ നമുക്ക് മലയും കയറാം. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത സ്പോട്ട് സൂക്ക്. അതുകൊണ്ട് എവിടെയായിരുന്നു ആ മല നമുക്കൊന്ന് കണ്ടുകളി. എന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പൊ നമുക്കൊന്ന് കയറാൻ പറ്റുമെന്ന് നോക്കാല്ലേ. അങ്ങനത്തെ ഞാൻ മല കയറേണ്ട വണ്ടിയും കൊണ്ട്. ഇത് രണ്ട് സൈഡിലൊക്കെ മണ്ണൊക്കെ ഉണ്ട്, ചെറിയ പുഴുമണ്ണൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ ചാടി പോവാണ്. അല്ലാ, അടിപൊളി അടിപൊളി. വണ്ടി അങ്ങനെ കയറുന്നില്ല, വണ്ടി പൂണ്ടോണ്. ഏറൊക്കെ കുത്തിക്കളയണം, നല്ല പുഴുമണ്ണുണ്ട്. അതിൽ വണ്ടി ഇവിടെ ഇട്ടിട്ട് നമുക്ക് നടന്ന് കയറാൻ പറ്റുമോ നോക്കാം. വണ്ടി ഞാനവിടെ പാർക്ക് ചെയ്തു. വണ്ടി അവിടെ കയറിയില്ല എന്ന് വെച്ചാല് ഞാൻ കയറ്റിയില്ല. ഞാൻ വണ്ടി അങ്ങനെ പൂണ്ടുപോയാലേ അവിടെ കുറച്ച് പൂഴിമണ്ണുണ്ട്. അപ്പൊ അത് കാരണം ഞാനൊന്ന് നടന്നു പോവാന്ന് വെച്ചത്. മല എൻ്റെ ബാക്കിൽ ചെറിയൊരു മല, നമുക്ക് എന്തായാലും കണ്ടു നോക്കാല്ലേ. അപ്പൊ നമുക്ക് മല ഒന്ന് കയറി നോക്കാം. നാട്ടിലത്തെ മലയൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് ഭയങ്കര ചെറിയ മല കേട്ടാ. പക്ഷെ ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല സുഖമുണ്ടാ ഈ മല. ഞാൻ പണ്ടൊക്കെ ഇവിടെ വരുമ്പോഴേക്കും ഇവിടെയൊക്കെ വന്നിരിക്കുമായിരുന്നു. നല്ല പുഴുമണ്ണും പിന്നെ കട്ടയും കല്ലൊക്കെ ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് ക്ഷീണിച്ചോണ്. നടക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുമല്ല. സമയം വേറെ ഒന്നല്ല, കുറെ നാളായില്ലേ മലയൊക്കെ കയറിയിട്ട്. ദൂരെ നാളായി. നാട്ടിലൊക്കെ പോകുമ്പോഴേ നമ്മൾ ഈ മലയൊക്കെ കയറണം. മലയാറ്റൂർ മലയും മൂന്നാറിലൊക്കെ പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ മലയൊക്കെ കയറണത്.
പെട്ടെന്ന് ക്ഷീണിച്ചു പോണ്. ഇവിടെ എന്തൊക്കെ കത്തി കരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ ആൾക്കാർ ബാർബിക്യൂ ഒക്കെ ചൂടുണ്ട്. വൈകുന്നേരം നമുക്കൊക്കെ വന്നൊക്കെ ഇവിടെ ചൂടാട്ടാ. നമ്മൾ വണ്ടി ഇട്ടേക്കുന്ന സ്ഥലം എന്ത് ദൂരം നോക്കി, എവിടെയും കട്ടയും കല്ലൊക്കെ ഉണ്ട്. കണ്ടാ ചെറിയ മലയാണെങ്കിലേ അണച്ചു പോകണ്ട മനുഷ്യൻ. എന്നാലും കുഴപ്പമില്ല, ഇവിടെയൊക്കെ കുറെ കച്ചറകളൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർ, വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടേ. വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയിട്ടേക്ക് നോക്കി ആൾക്കാര്. ഞാൻ അവിടുന്ന് ഷോപ്പിലൊക്കെ പോയിട്ട് നടന്നിട്ടൊക്കെ വന്നു കഴിയുമ്പോ ഇവിടെയൊക്കെ വന്നാണ് ഇരിക്കാറ്. നല്ല രസമാണ് ഇവിടെ വന്നൊക്കെ കാറ്റൊക്കെ കൊണ്ടങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക രസമാണ്. എന്റെ പൊന്നോ ഭയങ്കര താഴ്ച ഉണ്ട് ഇവിടുന്ന് കാണുമ്പോ. നേരിട്ട് വന്ന് നോക്കണം എന്നാലേ അറിയാൻ പറ്റുള്ളൂ. നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണുമ്പോ. ബീച്ചൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കല്ലും പാറയൊക്കെ ഉണ്ട്. അതായത് നമ്മ സൂക്ഷിച്ചൊക്കെ നിക്ക ഇവിടെ. നമ്മ വണ്ടി ഇട്ടേക്കുന്ന സ്ഥലം നോക്കി എന്താ അകലേന്ന് നോക്കി. ഇനി മല കയറിയ പോലെ തന്നെ ഇറങ്ങാനായിട്ട് വന്ന വഴിയല്ല നമുക്ക് ഇറങ്ങണത്, വേറെ വഴിയൊക്കെയാണ്. വഴിയും കാണുന്നില്ല, ഇറങ്ങിയ വഴിയൊന്നും കാണുന്നില്ല. ഇവിടെ സ്റ്റെപ്പ് പോലത്തെ ഒരു വഴിയുണ്ട്, നമുക്ക് അതിൽ കൂടി എന്തായാലും ഇറങ്ങാം. സ്ലിപ്പ് ആവാണ്ട് നോക്കാം. അങ്ങനെ ലാസ്റ്റ് നമ്മൾ മല ഇറങ്ങി. കയറിയ പോലെ അല്ല കേട്ടോ ഇറങ്ങാനായിട്ട് മല, കുറച്ച് റിസ്ക് ആണ്. കാരണം കുറച്ച് ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ചിറങ്ങാൻ, തെന്നാണ്ടിരിക്കുക. അപ്പൊ വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കാനൊക്കെ ആയിട്ടേ സൂപ്പറാണ്ടാ. ഇവിടെ ഒരു പഴയൊരു വീടാണോ എന്തോന്ന് അറിയില്ല, ചെറിയൊരു കെട്ടിടമുണ്ട്. എന്താ സംഭവം നോക്കാം, നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു കളയാം. ഈ കെട്ടിടം കാണുമ്പോഴേ ഒരു പഴയ പുരാതന കെട്ടിടം പോലെ അല്ലേ. ഇതൊക്കെ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാനൊക്കെ അന്നൊക്കെ വരുമ്പോ ഈ കെട്ടിടം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ അകത്ത് കയറിയിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോഴുള്ള കാഴ്ചയാണ്. സിറ്റിയുടെ ഒക്കെ എന്തൊക്കെ ആൾക്കാരൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അറിയില്ല ഇതെന്തിന്റെ കെട്ടിടം, വീടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതൊക്കെ നോക്കി, ഭിത്തിയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയാണല്ലോ, മതിലും ചുമരൊക്കെ അങ്ങനെ തന്നെ ഇരിക്കാണ്. തൂണുകളൊക്കെ നോക്കിയാടാ. ഇവിടെ ആയിട്ട് അവന്മാർ കുറെ വരച്ചു വെച്ചിട്ടുണ്ട്. നോക്കി, കുറെ വർഷത്തെ പഴക്കം ഉണ്ടാവും എന്തായാലും ബിൽഡിങ്ങിനൊക്കെ. ഇവിടെ എടുത്തോണ്ടിരുന്നാല് സമയം പോണത് നോക്കാണ്. എന്തൊരു പെട്ടെന്ന് സ്പീഡിലെ സമയം പോണെന്നറിയാം. ഇപ്പൊ തന്നെ 2:10. ഇനി എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം നമുക്ക്. ഇതൊരു പഴയ വീടായിരുന്നു, ഞാനിവിടെ ചോദിച്ചു നോക്കി. വർഷങ്ങളായി. ഞാനിപ്പോൾ ഇതിലേ വരുമ്പോഴൊക്കെ ഈ വീടൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ടില്ല, മല വരെ വന്നിട്ടുള്ളൂ. ഒന്ന് പിന്നെ എടുത്തിട്ടില്ല ഇവിടെ വന്നിട്ട്. എന്തായാലും ഇപ്പം ഇത് കണ്ടപ്പോൾ ഒന്ന് വന്ന് എടുക്കണമെന്ന് വിചാരിച്ച്, നിങ്ങളെയും കൂടിയും കാണിക്കാമെന്ന് വിചാരിച്ച്. കാണാത്തവർക്ക് എന്തായാലും കാണാമല്ലോ, ഞാനോ കണ്ട്. അപ്പം നിങ്ങളെങ്കിലും കാണാം. ഞാനങ്ങനെ സൂക്കിലേക്ക് പോകണ്ടാ, ആ റോഡാണിത്. സൂക്ക് എത്തണേക്ക് മുമ്പ് ഞാൻ ഒരു ബീച്ച് ഉണ്ട്, അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചൂണ്ടിടുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞാനിപ്പോ അവിടെ വന്നേക്കണ ചൂണ്ടിടുന്നിടത്ത്. നല്ല തെളിഞ്ഞ വെള്ളോട്ടോ അവിടെ. ഇവിടെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഒരു ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ചെറിയ ചെറിയ പാറയൊക്കെ ഉണ്ട്, അതിന്റെ മുകളിലൊക്കെ ഇരുന്ന് ചൂണ്ടിടും. സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ചൂണ്ടയുടെ അടുത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു. ഇതാ നേരെ കാണാനാണ് സൂക്ക്. റൈറ്റ് സൈഡിൽ തന്നെ കടലും നല്ല രസമുണ്ട് ഇവിടെ വരാനായിട്ടും നിൽക്കാനൊക്കെ. ഇവിടെ ഹാർബറും കൂടി ഉണ്ട് ഫിഷിന്റെ. അങ്ങനെ കണ്ട് സൂക്കിലെത്തി. ഈ സൂക്കിന്റെ ഉള്ളിൽ കൂടി നടക്കുമ്പോഴേ ഒരു പ്രത്യേക രസം തന്നെയാണ്. നമ്മൾ ആ സൂക്ക് വാക്കിഫിന്റെ വീഡിയോ കണ്ടില്ലേ, ആ സെയിം ഒരു മോഡലിൽ തന്നെയാണ് ഈ സൂക്കൊക്കെ. പൊതുവെ സൂക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഖത്തറിലെല്ലാം ഒരേ ഡിസൈനിൽ തന്നെയാണ്. മണ്ണ് പൊത്തിയ ആ ടൈപ്പില്ലേ മതിലൊക്കെ, അങ്ങനെയൊക്കെ ഉള്ളതും. പിന്നെ കച്ചവടക്കാരൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ വന്നൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യൂലേ കരിമ്പൻ ജ്യൂസ്, അതുപോലെയൊക്കെ ആൾക്കാർ കണക്കി പോപ്കോൺ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ബാർബേഴ്സ് മാർക്കറ്റ്. ഈ സൂക്കിൽ വരുമ്പോൾ ഓരോരോ മാർക്കറ്റിങ്ങിന് സെക്ഷൻ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് ബാർബേഴ്സ് മാർക്കറ്റ്, അതായത് മുടി വെട്ടുകട. പിന്നെ അതുപോലെ തന്നെ ബേർഡ് മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ്, അങ്ങനെ അങ്ങനെ ഓരോരോ സെക്ഷൻ ആയിട്ട് എടുത്തേക്കണേ. അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ നമ്മുടെ നാട്ടിലെ മാവാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ മേൽക്കൂര നോക്കി ബാർബർ ഷോപ്പിന്റെ. മൊത്തം ഒരു രസമുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാനൊക്കെ ആയിട്ട്. അതിനുശേഷം ഇതിന്റെ അപ്പുറത്ത് കൂടി ഒരു വഴിയുണ്ട്. അപ്പൊ ആ വഴി കൂടി ഞാൻ പോയി. വഴി കൂടി പോകുമ്പോ പല പല ഡിസൈനുള്ള നല്ല രസമുണ്ട് അതിൽ കാണാനായിട്ട്. ഉള്ളിൽ കൂടി ഒക്കെ പോകുമ്പോ പല ഡോറ്, മരത്തിന്റെ ഡോറ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്.
ബാർബർ മാർക്കറ്റ് കണ്ട പോലെ ബേർഡ് മാർക്കറ്റ് ഇവിടെ തൊട്ടിപ്പുറം തന്നെ. ഓപ്പൺ അല്ല, 4 മണിക്ക് ശേഷം ഓപ്പൺ ആവുള്ളൂ. നമ്മളന്ന് സൂക്ക് വാക്കിഫിൽ പോയപ്പോഴും ഈ സമയത്തൊക്കെ പോയപ്പോഴൊന്നും ഓപ്പൺ അല്ലായിരുന്നല്ലോ, 4 മണിക്ക് ശേഷമല്ല തിരക്കൊക്കെ വന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഒന്നും ഓപ്പൺ ആവാത്തോണ്ട് കാണാനായിട്ട് വലിയ ഇതില്ല. പക്ഷെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ മരത്തിന്റെ വാതിലും അതുപോലെ തന്നെ ആ സൂക്കിൽ കണ്ട സെയിം ഡിസൈനിലുള്ള മണ്ണ് കുത്തിയ ഡിസൈനിലുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടെ. ബേർഡ് മാർക്കറ്റിന്റെ അവിടെയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അവിടെ ഫിഷ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അവിടേക്ക് ഒന്ന് പോയി നോക്കാമല്ലേ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ക്ലീനിങ് ആണ്. ഇപ്പോൾ ആൾക്കാരെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഫിഷ് മാർക്കറ്റ് അവിടേക്ക് ഒന്ന് കണ്ടിട്ട് ബീച്ച് ഏരിയയിലൊക്കെ പോകാം. ഈ ഭാഗത്തോട്ടൊക്കെ വരുമ്പോഴേ ചെറിയ ഷോപ്പുകളും പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്, ഇങ്ങനെ പെർഫ്യൂമിന്റെ ഷോപ്പൊക്കെ കാണാൻ പറ്റും. സീനിൽ അറബ് ഫോർ ബാർബിക്യൂ ഫിഷ് ആൻഡ് സീ ഫുഡ് ഒക്കെ കൂടി കിട്ടുന്ന ഒരു ഷോപ്പാണെന്ന് കേട്ടോ. കയറുമ്പോൾ തന്നെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. കാരണം കിണറുണ്ട്, ചെറിയൊരു കിണർ, വെള്ളമൊന്നുമില്ല അതില്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഗാർഡൻ, സൈക്കിളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗി. ഇപ്പൊ എത്ര വർഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഒരു വർഷം ആവുന്നേ ഉള്ളൂ. ഒരു വർഷമായിട്ടുള്ളൂ. അപ്പൊ എങ്ങനത്തെ ഫുഡൊക്കെ ഇവിടെ കൂടുതൽ പ്രിപ്പയർ സീ ഫുഡാണ്. ഓക്കെ, സീ ഫുഡ് അതായത് ലൈവ് നമ്മൾ കാണിച്ചു തരുന്ന ടൈപ്പിലുള്ള സെലക്ട് ചെയ്യുന്ന മീന് ആണോ? ഓക്കെ ഓക്കെ. നാട്ടിലെവിടെയാണ്? നല്ല വടയാണ്. വടകര. ഇതേതാ ഫിഷ്? ഇത് റെഡ് സ്നാപ്പറിന്റെ ഷിഗ്ര എന്ന് പറയും. ഓക്കെ. പിന്നെ ഇത് റെഡ് സ്നാപ്പറാണ്. ഇതൊക്കെ എങ്ങനെ റേറ്റ് ഒക്കെ തന്നെ നിങ്ങളുടെ? അമൂർ അല്ലേ? ഞാൻ വേണ്ടി കത്രികളുടെ മെയിൻ ഫുഡ് ഫിഷ് അല്ലേ? കനഡ ലോബ്സ്റ്ററാണ്. ഇതെങ്ങനെ റേറ്റ് ഒക്കെ തന്നെ? ഇത് 150 റിയാല്. നിങ്ങളെങ്ങനെയാ മറ്റേ നമ്മൾ പറയുന്ന ടൈപ്പായിട്ട് ബാർബിക്യൂ ടൈപ്പ് അതുപോലെ തന്നെ എല്ലാം ചെയ്തു തരാം? ഇതുണ്ട് ഇവരുടെ റേറ്റും കാര്യങ്ങളൊക്കെ. ഇതിപ്പോ ഡിഫറെന്റ് റേറ്റ് ആയിട്ട് വരും. ആണോ? ഓക്കെ ഓക്കെ. നല്ല അടിപൊളി പയ്യനുണ്ടാവും റൈസ്. നെക്സ്റ്റ് ടൈം ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞാണ്. ഇൻഷാല്ല എന്തായാലും ഞാൻ വരും ഫുഡ് കഴിക്കാനായിട്ട് ഫാമിലി ആയിട്ട്. ഇതൊക്കെ നോക്കി ഇവിടെ ആൾക്കാരൊക്കെ ആകർഷിക്കാൻ വേണ്ടി വെച്ചേക്കണം. നോക്കി നല്ല രസമാട്ടാ. അതിനുശേഷം ഇവിടെ ഊതിന്റെ ഒരു ഷോപ്പ് ഉണ്ട്, ഇവിടെയും കയറി കളയാം. ഊതൊക്കെ വെച്ചേക്കണ, പെർഫ്യൂം ഒക്കെ വെച്ചേക്കണേക്ക് നല്ല അടിപൊളി പെർഫ്യൂംസ് ആണ് അതൊക്കെ. നോക്കി വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ ബോട്ടിലുകളൊക്കെ കാണട്ടെ. നല്ല ഭംഗിയുള്ള പെർഫ്യൂം, അത്തറുകൾ, ഇതൊക്കെ നോർമൽ അത്തറ്. ഈ പെർഫ്യൂം നോക്കിയേ നല്ല രസമുണ്ട്. ഊതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഊതൊക്കെയാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഊതൊക്കെയാണിത്. ഇത് ഹിന്ദി എന്നാണ് ഒരു മെൻഷൻ ചെയ്തേക്കണേ. ഇതൊക്കെ നല്ല വിലയാണ് സാധനങ്ങളൊക്കെ. 250-300 റിയാലൊക്കെയാണ് ഇത്. ഓരോ രാജ്യത്തിന്റെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെസ്സിക്ക് ഇട്ടെടുത്ത പൊന്നാട ബിസ്ത്. ഇതതുപോലെ തന്നെ ഡ്രസ്സിന്റെ ഒക്കെ ഷോപ്പ്, അതുപോലെ തന്നെ ഐസ്ക്രീമിന്റെ ഷോപ്പ്. ഐസ്ക്രീം കടക്കാരനില്ല ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ബീച്ച് കാണാം നമുക്ക്. ഇവിടെയൊക്കെ എന്ത് ക്ലീൻ ആണെന്ന് നോക്കിയേ. നമ്മളൊക്കെ നടന്ന് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഇവിടെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ. അതുപോലെ തന്നെ അൽവക്ര ഓൾഡ് സൂക്കിന്റെ ചെറിയൊരു മാപ്പൊക്കെ വെച്ചിട്ട് ഒരു ബോർഡ്. അവിടെ നല്ല ഉരുവില്ലേ, ചെറിയ ബോട്ടൊക്കെ കയറ്റി നിർത്തിയിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ റെസ്റ്റോറന്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി ചില ആൾക്കാരൊക്കെ, ചില ഷോപ്പിലൊക്കെ. അതൊക്കെ ഇങ്ങനെ ചെരിച്ചിട്ട് തന്നെ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലൊക്കെ നടക്കാനായിട്ട് പ്രത്യേക രസോട്ടാ. ഇവിടെ കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു സെക്യൂരിറ്റി. ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ അവർ മൊത്തത്തിലൊക്കെ ഒന്ന് കറങ്ങുന്നുണ്ട്. DSLR ക്യാമറ ആയിട്ടൊന്നും അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഈ മൊബൈൽ ഓക്കെ ഒക്കെയാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റുന്നൊക്കെ കവർ ചെയ്യാൻ പറ്റാത്തൊക്കെ എടുക്കണ്ട അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചും കൂടിയൊക്കെ അങ്ങോട്ട് നടക്കാം. ഈ ഷോപ്പൊക്കെ നോക്കി നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളിലൊക്കെ കാണൂലേ, അതേമാതിരി ലുക്കിലുള്ള സാധനം. പിള്ളേരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ വിൽക്കണ ഒരു ചെറിയൊരു ഷോപ്പ്. നല്ല രസമായിട്ടാ കാണാനായിട്ട്. ഒരു കയറ്റിട്ട് നോക്കി. ഈ കോഫി ഷോപ്പിന്റെ മോൾ ഭാഗത്തൊക്കെ നോക്കി ബോഗൻ വില്ല, അതായത് കടലാസ് പൂ ഒക്കെ സെറ്റ് ചെയ്തിട്ട് എന്തൊരു ഭംഗിയില്ല. അതുപോലെ നമ്മുടെ നാട്ടിലെ ആൽമരമൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് കഴിഞ്ഞ വീഡിയോയില് സൂക്ക് വാക്കിഫിൽ കണ്ടില്ലായിരുന്നു ഇങ്ങനെ ഒട്ടകങ്ങളൊക്കെ പോണത്. അതുപോലെ ഇവിടെ ഓൾഡ് സൂക്കിലും പോകുന്നുണ്ട് കേട്ടോ. ഈ വക്ര സൂക്കിലൊക്കെ വരുമ്പോഴേ മിക്ക ദിവസങ്ങളിലും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇങ്ങനെ ഒട്ടകങ്ങളെ കൊണ്ടുപോകുന്നത്. നമുക്ക് ഏകദേശം നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണേ. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം ഇൻഷാല്ല കാണാവുന്നതാണ്. ഇതുപോലത്തെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോക്ക് വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ നിൽക്കുക. അപ്പോൾ മറക്കരുത് ഒരു യാത്രാ വ്ളോഗ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുക. അസ്സലാമു അലൈക്കും.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.